ഡി, ഞാൻ ഒരു പൊട്ടിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കണ്ടറിയാൻ നീ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത്. ഇപ്പം തന്നെ 3 തവണയായി ആനന്ദ് എന്നെ വിളിക്കുന്നു. നീ എന്താ അവൻ്റെ ഫോൺ എടുക്കാത്തെ? അവനാണോ അതിനെ അടി ഉണ്ടാക്കിയത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ അവൻ്റെ ഫോൺ എടുത്താ? എനിക്കെടുക്കാൻ തോന്നിയില്ല. നിനക്ക് അവനെ ഇഷ്ടമല്ലേ? നീ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. അവൻ്റെ സംസാരം കേട്ടാൽ തന്നെ സങ്കടം വരും. കണ്ണൂരിലെ കാര്യം എനിക്കറിയാത്തോണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നടക്കുക ആൾക്കാർ. ഇതൊന്നും നിനക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നോ? കുറച്ച് നാളായിട്ട് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാം ഓർത്തെടുത്ത്. അവൻ്റെ ലൈഫായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ. ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. കറക്റ്റ് ചെയ്യാൻ ലേറ്റ് ആയിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. അവൻ വീണ്ടും വിളിക്കുന്നു. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞേക്ക് പ്ലീസ്. ഹലോ ആനന്ദ്, നീ ഇനി ഐശ്വര്യ വിളിക്കണ്ട. അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ഓൾ ഓവർ. ബെന്നി സാർ, അമ്മു ഉറങ്ങുന്നില്ലേ? ആ പോന്ന്. ഇതെന്ത് പണിയായി കാണിച്ച്? തട്ടി താഴെ വല്ലതും വീണാലോ? ഒന്നും പറ്റൂല. നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും.
കൊടീൻ്റെ നിറം നോക്കാണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ടാണ് ഒരാളായിട്ടാണ് നിങ്ങളെ ഞാൻ വിചാരിച്ചത്. ഒരു പുതിയ ലൈഫിനെ പറ്റി സ്വപ്നങ്ങൾ എന്നെ പഠിപ്പിച്ച നിങ്ങളാണ്. ഇനി നിങ്ങൾ എന്നെ വെറുത്താലും എനിക്കൊന്നും മറക്കാൻ കഴിയില്ല. താങ്ക്സ്. നിങ്ങളെ കാണുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിലേക്ക് ഞാൻ പോയിക്കോളാം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നന്ദു? നീ പറയും പോലെ അല്ല. നിനക്കറിയാലോ നമ്മുടെ നാട്ടുകാരെ. ഓർമ്മ വെച്ചപ്പം തൊട്ട് കേൾക്കുന്നതും കാണുന്നതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നതാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നേരെ മുമ്പിൽ വെച്ചിട്ട് രാമകൃഷ്ണൻ മാഷിനെ വെട്ടിക്കൊന്നത്. നീ പോ, എൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ ജീവനോടെ ഉണ്ടാവുമല്ലോ. ഹലോ, എന്താ വിളിച്ചു? നീ എന്താ എന്നെ വഴിയിലിടിച്ച് വന്നേ? ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ വുഡ്ബിക്ക് പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ പോന്നത്. അയാൾ എൻ്റെ വുഡ്ബിയും കുഡ്ബിയും ഒന്നും അല്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ അപ്സെറ്റ് ആവുന്നേ? അയാൾ പറഞ്ഞോണ്ടല്ല, നീ പറയാത്തോണ്ടാണ് ഞാൻ അപ്സെറ്റ് ആയത്. ഞാൻ പറഞ്ഞിട്ടില്ല, കാര്യം ശരിയാണ്. പക്ഷെ എനിക്ക് പറയാൻ തോന്നിയില്ല. അമ്മയും സുധാരേട്ടനും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോവാറില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം നിന്നോട് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹലോ നന്ദു, അമ്മു, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ്, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. മോളെ, ഞങ്ങൾ മുഹൂർത്തം നോക്കാൻ പരപ്പനങ്ങാടിയിൽ പോയിന്. ചിങ്ങം 12 ഉത്തമ മുഹൂർത്തം ഉണ്ടെന്നാ പണിക്കര് പറഞ്ഞ്. അമ്മേനോട് ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. സ്കോളർഷിപ്പ് കിട്ടിയ ഞാൻ US പോകാൻ വേണ്ടി നിൽക്കല്ലേ. അതിന് കല്യാണമല്ലല്ല, കല്യാണം ഉറപ്പിക്കാനുള്ള മുഹൂർത്തം നോക്കാനല്ലേ പോയിന്. എപ്പാലും നടക്കേണ്ട കാര്യമല്ലേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇനി ലേറ്റ് ആക്കണ്ട തീരുമാനിച്ചു. മോതിരമാറ്റം കഴിഞ്ഞ് നീ US എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ. പഠിത്തം കഴിഞ്ഞിട്ട് മതിയല്ല മംഗലം.